Just like the street lights lit this town like a fire in a blaze. ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈയിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോ ആണ്. ഡൈയിങ് ഫാബ്രിക് എന്ന് പറയുന്നത്, നാച്ചുറൽ ഡൈയിങ് ഫാബ്രിക് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ പ്രിൻറ്റ് ചെയ്തില്ലേ, ഡ്രസ്സൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കളേഴ്സൊക്കെ വെച്ചിട്ടാണ്, അക്രിലിക് കളേഴ്സൊക്കെ വെച്ചിട്ടാണ് അത് പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുന്നതാണ് ഡൈയിങ് ഫാബ്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ ഒരു സ്കേർട്ട് എടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് കോട്ടൺ സ്കേർട്ടാണ്. കോട്ടനാണ് കുറച്ചും കൂടെ നല്ലത് ചെയ്യുകയാണെങ്കിൽ തന്നെ. കൂടാതെ നമ്മുടെ കോട്ടൺ വൈറ്റ് ടീഷർട്ടൊക്കെ ഉണ്ടാകത്തില്ല, അതിനകത്തും ചെയ്യാം. പിന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് തുണിക്കകത്ത് വന്നിട്ട് നമുക്ക് ടവലൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ തുണി എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഡള്ളായിട്ട് വേറെ കളേഴ്സൊക്കെ എടുക്കാം. ഡള്ളായിട്ടുള്ള കളേഴ്സ് എടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഫ്ലവേഴ്സാണ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ട്, പല നിറത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവറാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് എന്തോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള കുറേ സൈസിലുള്ള എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റും ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ട്, ഏതായാലും മതിയാവും. നല്ല കളറുള്ള ഏത് ഫ്ലവേഴ്സ് എടുത്താലും മതിയാവും. പിന്നെ അതിൻ്റെ കുറച്ച് ലീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വന്നിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, അത് തല കീഴായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ അതിനകത്തോട്ടാവത് പറ്റി പിടിക്കത്തുള്ളൂ. അതിൻ്റെ ഇടയിലോട്ട് അപ്പോൾ ഞാൻ 3 പൂക്കൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലോട്ട് ഞാൻ ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്ന പാവാട വന്നിട്ട് ഇങ്ങനെ ലെയറായിട്ടായിരുന്നു. അതിൻ്റെ നടുക്ക് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഇങ്ങനെ ഫ്ലവേഴ്സ് അടുക്കി വെക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു, ആദ്യമേ ആ ഒരു ഓറഞ്ച് കളർ വെക്കുന്നുണ്ട്, പിന്നെ മിന്നി ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ഫ്ലവേഴ്സും അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക. എന്താണ്, പൂക്കളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വന്നിട്ട് ഈ ഒരു സ്കേർട്ട് വന്നിട്ട് മടക്കം എന്ന് വെച്ചാൽ റോളായിട്ട് ചുറ്റിയെടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. കാരണം ആ ഒരു ഫ്ലവർ ഇങ്ങനെ വന്നിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ചേർത്ത് അമർത്തി പിടിച്ചിട്ട് വേണം നമ്മളിത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അനങ്ങാനോ ഒന്നും പാടില്ല, അങ്ങനെ വേണം റോൾ ചെയ്യാൻ. വളരെ സിമ്പിളാണ്. അത് റോൾ ചെയ്യുന്ന സമയത്ത് അതങ്ങ് ചെയ്തങ്ങ് പൊക്കോളും. അത് വലിയ പാടൊന്നുമില്ല. പക്ഷേ ആ ഒരു ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ മടക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. റോൾ ചെയ്തതിന് ശേഷം നമ്മളിനി അത് നന്നായിട്ടൊന്ന് കെട്ടി വെച്ച് കൊടുക്കണം. കെട്ടി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാറ്റൻ്റെ നൂലാണ് എടുത്തേക്കുന്നത്. ഏത് നൂലോ എന്തോ ആയാലും മതിയാവും, കയറോ എന്തോ ആയാലും മതിയാവും. നല്ല വൃത്തിക്കത് കെട്ടി വെക്കണം. കാരണം നല്ല ടൈറ്റായിട്ട്, എത്ര ടൈറ്റായിട്ട് അത് കെട്ടി വെക്കുന്നോ അത്രയും നന്നായിട്ട് അത് കിട്ടുമെന്നാണ്. അപ്പോൾ ഞാൻ നല്ല ടൈറ്റായിട്ട് അത് കെട്ടി വയ്ക്കുന്നുണ്ട്. എന്താണ്, ഫുള്ളും അതുപോലെ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കും.
അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുള്ളും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം, നല്ല അമക്കി അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ഇത് പൊതിഞ്ഞെടുക്കാം. ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ എല്ലായിടത്തും ഉണ്ടാകത്തില്ല, അതിങ്ങനെ അതിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ നല്ല അമർത്തി കെട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. കെട്ടി വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തൂടെ നമുക്കൊരു കയറിട്ട് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കയറിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് എവിടെയെങ്കിലും നമ്മുടെ ബെഡ് ഉണ്ടാകത്തില്ല, ബെഡിൻ്റെ അടിയിലിങ്ങനെ വെച്ചിട്ട് അടിയിലിങ്ങനെ വെച്ചേക്കുക. കാരണം അത് അത്രയും നന്നായിട്ട് പ്രസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും വെയിറ്റ് ഉള്ളതിൻ്റെ അടിയിൽ വെക്കാം. അപ്പോൾ ഞാനത് ഒരു ദിവസം നമ്മളത് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും സ്റ്റീം ചെയ്താൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ വെള്ളം മതിയാകും. പിന്നെ നമ്മളൊരു ഇതുപോലത്തെ ഒരു അരിപ്പ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അരിപ്പ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ആവി നല്ലോണം വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ ഒരു കെട്ടി വെച്ചേക്കുന്ന തുണി ഇങ്ങനെ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ മുടിയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നാലേ ആവി പുറത്തോട്ട് പോകാതിരിക്കത്തുള്ളൂ. ഒരു അരമണിക്കൂർ സ്റ്റീം ചെയ്യാം. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറിന് ശേഷം സ്റ്റീം ചെയ്തിട്ടുള്ളതാണ്. നല്ല ചൂടുണ്ട്, നമുക്കത് ചൂട് ആറുന്നിടം വരെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു തുണിയാണ് കണ്ടോ. ആ ഒരു ഫ്ലവറിൻ്റെ കളറൊക്കെ ഇങ്ങനെ അതിനകത്തൊരു കുറച്ചും കൂടെ പറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ആറിയിട്ടുണ്ട്, ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ആ ഒരു നൂലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ കെട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് വന്നിട്ടെന്ന്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് നിവർത്തിയിട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്ന ആ ഒരു കളറ് വന്നിട്ട് വീഡിയോയിൽ എത്ര എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആക്ച്വലി റിയലായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കളറ്. ആ പൂവ് അങ്ങനെ തന്നെ അതിനകത്ത് അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചിലപ്പോൾ അത് ഉണങ്ങുന്ന സമയത്ത് അത് റിമൂവ് ആയി പോയിരിക്കും. അപ്പം നമുക്ക് ഓരോരോ ഫ്ലവറായിട്ട് അതിങ്ങനെ റിമൂവ് ചെയ്ത് നോക്കാം എത്രത്തോളം അതിൻ്റെ ആ ഒരു റിസൾട്ട് വന്നിട്ടെന്ന്. അപ്പോൾ നല്ലോണം ആ ഒരു കളർ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഫ്ലവറാണ്, അത്രയും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. പക്ഷേ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഒരു പ്രിൻ്റ് വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു. നല്ല ഒരു ഓറഞ്ചും മഞ്ഞയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ലീഫ് വന്നിട്ട് ഇളകുന്ന സമയത്ത് നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു അത്രയും റിസൾട്ട് കിട്ടിയില്ല. ചിലത് അങ്ങനെ അങ്ങ് പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം റിമൂവ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നമുക്ക് അതിൻ്റെ നടുക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും ആക്രിലിക് കളർ കൊണ്ടിട്ട് അതിങ്ങനെ എന്തെങ്കിലും ഡിസൈൻസോ അതിന് ഔട്ട്ലൈനോ ഒക്കെ വരച്ച് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ആ ഒരു വൈറ്റായിട്ട് കിടക്കുന്നിടത്ത് കുറച്ചിങ്ങനെ എന്താ പറയുക, നമ്മുടെ ഗോൾഡൻ കളർ ആക്രിലിക് കളർ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ഒരു ചുങ്കിടി മെറ്റീരിയൽ ടൈപ്പ് തുണിയില്ലേ, അതിൻ്റെ ആ ഒരു രീതിയിലാണ് എനിക്ക് ഈ തുണി കണ്ടിട്ട് തോന്നിയത്, ഈ ഒരു പ്രിൻ്റ് കണ്ടിട്ട് തോന്നിയത്. നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, കുറച്ചുകൂടെ നാച്ചുറലായിട്ട് ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടായിരുന്നു ആ തുണിക്ക് വന്നിട്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ചെറിയ ഫ്ലവറൊക്കെ വെച്ചിട്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. പിന്നെ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.